പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കേരള മുസ്ലിം സമുദായത്തിനകത്തെ വലിയൊരു വിഷയമാണ്. ഉമ്മത്തും അമാറത്തും. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ എന്താണ് ഉമ്മത്തും അമാറത്തും, അവ തമ്മിലുള്ള ബന്ധവും എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും ഇമാം ഗസാലി പോലുള്ള പണ്ഡിതരുടെ ഗ്രന്ഥങ്ങളിലും വന്ന തെളിവുകൾ ദൈർഘ്യം ഭയന്ന് ഞാൻ കൊടുക്കുന്നില്ല. നമ്മുടെ ഇന്ത്യ ഒരു സ്വതന്ത്ര ജനാധിപത്യ ഫെഡറൽ സംവിധാനമുള്ള മതേതര രാജ്യമാണ്. ഒരുപാട് മതങ്ങളും ജാതികളും ഉപജാതികളും സംസ്കാരങ്ങളും ഇഴചേർന്ന ലോകത്തെ ഏറ്റവും സാമൂഹിക സങ്കീർണത നിറഞ്ഞതും ജനസംഖ്യ ഉള്ളതുമായ രാജ്യമാണ്. എല്ലാവരെയും ഒരുമിപ്പിക്കുന്നതും നീതി, സമത്വം, സ്വാതന്ത്ര്യം, തുല്യാവകാശം മുതലായ എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നതുമായ മഹത്തായ ഒരു ഇന്ത്യൻ ഭരണഘടനയാണ് നമുക്കുള്ളത്. അതിലേറെ ജനങ്ങളുടെ ഭരണഘടനാപരമായ ധാർമ്മിക ബോധമാണ് ഇന്ത്യയെ ഒരു നല്ല രാജ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ രഞ്ജിപ്പ് സാധ്യമാക്കുന്നതിന് പ്രധാനമായും 3 സാമൂഹിക പ്രക്രിയകളാണ് ഉള്ളത്. 1. സ്വതന്ത്രവും ജനാധിപത്യവും നിലനിർത്തുവാൻ വേണ്ടിയുള്ള രാജ്യത്തെ ഓരോ വിഭാഗം ജനങ്ങളുടെയും കൂട്ടായ പ്രയത്നം. 2. വിവിധ ജാതിമതങ്ങൾക്കിടയിലുള്ള പാരസ്പര്യം ഊട്ടിയുറപ്പിക്കാൻ ആവശ്യമായ കരുതലോടെയുള്ള ഇടപെടൽ. 3. ഓരോ വിഭാഗങ്ങളും ഓരോ സമൂഹങ്ങളും എന്നർത്ഥം അവരവരുടെ ക്ഷേമത്തിനായുള്ള സ്വത്ത് രാഷ്ട്രീയ സാംസ്കാരിക കൂട്ടായ്മയിലുള്ള വേറിട്ട സംഘാടനം. രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഐകമത്യം സാധ്യമാകാൻ ഈ 3 ഘടകങ്ങൾ പ്രതിപ്രവർത്തിക്കണം. സമൂഹത്തിനകത്ത് ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ മാറ്റി നിർത്തുന്നുവെന്ന് കരുതുക എങ്കിൽ അതൊരു പരാജിത സമൂഹമാണ്. അതിനുള്ള യഥാർത്ഥ കാരണക്കാർ ആരാണ്? ആ സമുദായമാണ്. അവർ അവരുടെ സ്വത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് മേൽ സൂചിപ്പിച്ച 3 കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ നിർവഹിച്ചില്ല. തോൽപ്പിക്കപ്പെട്ട സമുദായമായി അല്ലെങ്കിൽ സമൂഹമായി മാറുന്നതിൽ ഒന്നാമത്തെ കുറ്റക്കാർ ആ സമുദായം തന്നെയാണ്. ഇത് ഇസ്ലാം ശരിക്കും മനസ്സിലാക്കിയ ഗൗരവമേറിയൊരു വിഷയമാണ്. കേരളീയ സമൂഹത്തിൽ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭൻ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയവർ അവരവരുടേതായ സമൂഹങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് സാമുദായിക സംഘാടനം സാധ്യമാക്കുകയും തദ്വാര അവർ ശക്തരാവുകയും ചെയ്തു. സമുദായത്തിനകത്തെ അംഗങ്ങൾക്കിടയിൽ ഭരണഘടനാധിഷ്ഠിത ദേശീയബോധം ഉണ്ടാക്കുന്നതിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കുന്നതിലും ഈ സംഘാടനം ഏറെ ഉപകരിച്ചു. പിന്നീട് കേരളത്തിലെ മുസ്ലിങ്ങളും ആ പാത പിന്തുടർന്നു. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് 2 നൂറ്റാണ്ടുകളോളം വൈദേശികാധിപത്യത്തിൻ്റെ പിന്തുണ ലഭിക്കയാൽ അവർ നേരത്തെ തന്നെ മുഖ്യധാരയിൽ എത്തിയിട്ടുമുണ്ടായിരുന്നു. ഭരണഘടനയുടെ നെടുന്തൂണുകളായ നീതിയും സ്വാതന്ത്ര്യവും സമത്വവും അഥവാ ജസ്റ്റിസ്, ലിബർട്ടി ആൻഡ് ഇക്വാളിറ്റി എന്നിവ ദേശീയ തലത്തിലും സാഹോദര്യം അഥവാ ഫ്രറ്റേണിറ്റി പ്രാദേശിക തലത്തിലും അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട സാമൂഹിക മൂല്യങ്ങളാണ്. സമൂഹത്തിനകത്തെ ഈ സാഹോദര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭാഷയും ഒരു സംസ്കാരവും പങ്കിടുന്ന ഒരു സമൂഹത്തിൽ അവിടെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കുമിടയിൽ ഉണ്ടാവേണ്ട അനിവാര്യതയാണ് സാഹോദര്യം അല്ലെങ്കിൽ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത്. വിവിധ മത, ജാതി, സംസ്കാരങ്ങൾക്കിടയിൽ ഉടലെടുക്കുന്ന വിശ്വാസവും സഹകരണവുമാണ് രാജ്യത്തിൻ്റെ പുരോഗതിയുടെ അളവുകോലായി വർത്തിക്കുന്നത്. ഇത് സാധ്യമാക്കുന്ന സാഹചര്യമാണ് ഫ്രറ്റേണിറ്റി. സ്വാതന്ത്ര്യമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്വാതന്ത്ര്യമോ സാധ്യമല്ല എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ഈ സവിശേഷതയാണ്. നമ്മുടെ സംസ്ഥാനം അതിനൊരു മികച്ച മാതൃക കൂടിയാണ്. ഇസ്ലാം ഒരു സമൂഹത്തിൽ അന്തസ്സോടെ നിലനിൽക്കാൻ ശക്തമായ പൊതുനേതൃത്വം അവർക്ക് അനിവാര്യമാണ്. ഇത് ഇസ്ലാം മതത്തിൻ്റെ തന്നെ അനുശാസനമാണ്. മുസ്ലിങ്ങളിലെ എല്ലാ വിശ്വാസധാരകൾക്കും അംഗീകരിക്കുവാനും അനുസരിക്കുവാനും അനുധാവനം ചെയ്യുവാനും പറ്റുന്ന സുസമ്മതനായ ഒരു നേതാവിലായിരിക്കും ആ നേതൃത്വം ഉണ്ടാവുക. ആ നേതൃത്വത്തെ വിളിക്കുന്ന പേരാണ് അമാറത്ത്. ഉലുൽ അംർ, വലി, വലിയ്, വലിയുൽ അംർ എന്നീ പേരുകളിലും അമാറത്ത് അറിയപ്പെടുന്നു. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കൾ എന്നാണ് അമാറത്ത് സംബന്ധിച്ച ഖുർആനിക പ്രയോഗങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അമാറത്ത് സൃഷ്ടിക്കപ്പെട്ടതിന് കേരളം മികച്ച ദൃഷ്ടാന്തമാണ്. അമാറത്തിനെ കണ്ടെത്തുന്നതിലും അനുസരിക്കുന്നതിലും ഇതര സംസ്ഥാനങ്ങളിലെ മുസ്ലിം സമൂഹങ്ങൾക്ക് കേരളത്തിൽ നിന്നും മികച്ച മാതൃകയുണ്ട്. അവർ ഒരു സമൂഹം എന്നതിൽ നിന്നും സമുദായമായി വളരുന്നതിന് അമാറത്ത് ഒഴിച്ചുകൂടാനാവാത്ത നിബന്ധനയാണ്. എങ്കിലേ ഇസ്ലാം നിലനിൽക്കുകയുള്ളൂ. ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആ സമുദായത്തിൻ്റെ അമാറത്ത്. ചില സന്ദർഭങ്ങളിൽ ഒരു കുടുംബത്തിൽ നിന്നുള്ള വ്യക്തികളിൽ താവഴി എന്ന പോലെ അമാറത്ത് വന്നു ചേരും.
അത്തരമൊരു സ്വാഭാവിക തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അമാറത്ത് ഖുറൈശി പരമ്പരയിൽ നിന്ന് ആവുക എന്നത് പതിവാണ്, അഭികാമ്യമാണ്. അവർക്ക് മുൻഗണനയുണ്ടെന്ന് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതുമാണ്. അമാറത്തിൻ്റെ അധികാര പരിധി ഒരു സമുദായത്തിനകത്താവാം, ഉദാഹരണം മാപ്പിള സമുദായം, അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തിന് അകത്താവാം, ഉദാഹരണം കേരളം. ഒരു സംസ്ഥാനത്തിനകത്ത് തന്നെ വിവിധ പ്രാദേശിക സമൂഹങ്ങൾ ജീവിക്കുന്നുവെന്ന് വെക്കുക, എങ്കിൽ ആ സ്റ്റേറ്റിൽ തന്നെ ഒന്നിലധികം അമാറത്തുകൾ ഉണ്ടാകാം. എന്നാൽ ഒരു സമുദായത്തിനകത്ത് 2 പൊതു നേതൃത്വങ്ങൾ അല്ലെങ്കിൽ അമാറത്തുകൾ ഉണ്ടാകുവാൻ പാടില്ല. ഇത് അമാറത്തിൻ്റെ തത്വത്തിനും പ്രയോഗത്തിനും എതിരാണ്. സമുദായത്തിൻ്റെ വിവേചന ശക്തിയിലൂടെയും പൊതുവായുള്ള ധർമ്മബോധത്തിലൂടെയുമാണ് പൊതുനേതൃത്വത്തെ കണ്ടെത്തുന്നത്. അത് വോട്ടെടുപ്പിലൂടെയോ ഏതെങ്കിലും സംഘടനയുടെയോ പണ്ഡിത നേതൃത്വത്തിൻ്റെയോ നിർദ്ദേശാനുസരണമോ സംഭവിക്കുന്നതല്ല. മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഒരു സമൂഹമായി അഥവാ ഉമ്മത്തായി നിലനിൽക്കാൻ പാകമാർന്ന ഒരു പിടി കാര്യങ്ങൾ ഒത്തുവന്നാൽ ദൈവികമായ ഒരിടപെടൽ സംഭവിക്കുന്നു എന്നാണ് അമാറത്തിൻ്റെ കാര്യത്തിലുള്ള നിരീക്ഷണം. ദൈവദത്തമായ ഒരു വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം പോലെയാണ് അത് സംഭവിക്കുന്നത്. ആ സമൂഹത്തിൻ്റെ എണ്ണമോ ഭൗതിക സാഹചര്യമോ അല്ല അമാറത്തിൻ്റെ സൃഷ്ടിപ്പിന് മാനദണ്ഡം. മറിച്ച് സമൂഹത്തിൻ്റെ പൊതുവായ സാമൂഹികാവബോധവും ഉൾക്കരുത്തുമാണ്. മുൻ നിശ്ചയിച്ച ഒരു കാലയളവിലേക്കല്ല, ആ വ്യക്തിയുടെ വിയോഗം വരേക്കുമാണ് അമാർത്ത പദവി നിലനിൽക്കുക. ഖലീഫമാരുടെ രീതി തന്നെയാണ് അമാർത്തിനുള്ളതും. അമാറത്തില്ലാതെ ഒരിക്കലും ഇസ്ലാം അഭിമാനകരമായ അസ്തിത്വത്തോടെ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിലനിൽക്കില്ല. മുസ്ലിം സമൂഹത്തിൻ്റെ ഘടനയും അമാറത്തിൻ്റെ പ്രസക്തിയും ഖുർആനിൽ തന്നെ വന്നതും അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതർ അംഗീകരിച്ചതുമാണ്. എന്നാൽ പിൽക്കാലത്ത് മുസ്ലിം സമൂഹം ഇക്കാര്യത്തിൽ ജാഗ്രത കാണിച്ചില്ല എന്നതുകൊണ്ട് എണ്ണത്തിലേറെ ഉണ്ടായിട്ടും അവജ്ഞയും അരികുവൽക്കരണവും ഉന്മൂലനവും നേരിടുന്ന വിഭാഗമായി മുസ്ലിങ്ങൾ അധപ്പതിച്ചു, വിശേഷിച്ചും ഇന്ത്യയിൽ. ഈ പതിതാവസ്ഥക്ക് മുസ്ലിങ്ങൾ മാത്രമാണ് ഉത്തരവാദി. ഇന്ത്യയിൽ 25 കോടി മുസ്ലിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ പരിശോധിക്കുന്ന ആർക്കും ഇക്കാര്യം സുതരാം വ്യക്തമാകും. ഒരു കവി ഇങ്ങനെ പറയുന്നു: ഉത്തമ സമുദായം ഉലകിൻ ഉത്തമ സമുദായം, ഇന്ത്യൻ മണ്ണിൽ മാത്രമിതെന്തേ വിത്തിന് കൊള്ളാത്തു. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ രാജാധികാരത്തിൽ നിന്നും നിഷ്കാസിതരാകുകയും അധിനിവേശ ശക്തികളാൽ ക്രൂരമായി അടിച്ചമർത്തപ്പെടുകയും ചെയ്തതോടെ സമുദായം ഛിന്നഭിന്നമായി. പണ്ഡിതരാവട്ടെ അവരുടെ രാഷ്ട്രീയ ദൗത്യം പാടെ മറന്നു. മുസ്ലിം രാഷ്ട്രീയ നേതൃത്വവും മതപണ്ഡിതരും ഇരുചേരികളിലായി നിലയുറപ്പിച്ചു. പണ്ഡിതരും സമുദായത്തിനുള്ളിലെ ചിന്തകരുമാണ് ഇക്കാര്യത്തിൽ പുനർവിചിന്തനം നടത്തേണ്ടത്. എങ്കിൽ മാത്രമേ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയുള്ളൂ. അമാറത്ത് എന്ത് എന്ന് വിശദീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഈമാനും ഇസ്ലാമും 2 വ്യത്യസ്ത പരികൽപ്പനകളാണ്. അനുകരണവും പിൻപറ്റലുമാണ് ഈമാൻ. ഇത്തിബാഅ്, തഖ്ലീദ് എന്നൊക്കെയാണ് സാങ്കേതികമായി ഇതറിയപ്പെടുന്നത്. സാധാരണക്കാർക്ക് അറിവിൻ്റെ ആഴപ്പരപ്പുകൾ അപ്രാപ്യമാകയാൽ അവർക്ക് മതവിഷയങ്ങളിൽ പണ്ഡിതരെ അനുകരിക്കുകയും അനുധാവനം ചെയ്യുകയും മാത്രമേ നിർവാഹമുള്ളൂ. പാമരന്മാർ പണ്ഡിതന്മാരെ പിൻപറ്റുക എന്നത് തികച്ചും സ്വാഭാവികമാണല്ലോ. എന്നാൽ ഇസ്ലാം എന്നത് താഅത്താണ്, അഥവാ അനുസരണമാണ്. അമാറത്തിനെ, വലിയുൽ അംറിനെ, നേതാവിനെ അനുസരിക്കലാണ്. സംഘത്വവും നേതൃത്വവും അനുസരണവും ഇസ്ലാമിൻ്റെ അടിസ്ഥാന ശിലകളിൽപ്പെട്ടതാണ്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, ഒരു പ്രദേശത്തെ മുസ്ലിങ്ങളുടെ ഈമാനിക വിഷയങ്ങളിൽ അഥവാ വ്യക്തിയും അള്ളാഹുവും തമ്മിലുള്ള സ്വകാര്യതയിൽ ഉൾപ്പെടാത്ത സാമൂഹികവും രാഷ്ട്രീയവുമായ എല്ലാ വ്യവഹാരങ്ങളും അമാറത്തിൻ്റെ അഥവാ പൊതുനേതൃത്വത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്. അദ്ദേഹമാണ് ആ സമൂഹത്തിലെ ദൈവദൂതരുടെ പ്രതിനിധി, ഖലീഫ. അദ്ദേഹം പൊതുകാര്യങ്ങളിൽ സദുദ്ദേശത്തോടെ ആജ്ഞാപിക്കുന്ന എല്ലാം അനുസരിക്കാൻ മുസ്ലിം സമൂഹം ഒന്നടങ്കം ബാധ്യസ്ഥമാണ്. അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾക്കിടയിലെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കേണ്ടത് നിർബന്ധ ബാധ്യതയാണ് എന്നതിന് ധാരാളം ഖണ്ഡിതമായ പ്രമാണങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. ഇത്തരമൊരു നേതൃത്വമില്ലാതെ ഇസ്ലാമിന് നിലനിൽപ്പില്ല. മുസ്ലിം സാമൂഹിക ഘടനയ്ക്ക് 2 സ്തംഭങ്ങളുണ്ട്. ഈ 2 സ്തംഭങ്ങളും ഓരോ മുസ്ലിമിൻ്റെയും അടിസ്ഥാനങ്ങളിൽ പെടുന്നതുമാണ്. 2ഉം അനിവാര്യങ്ങളുമാണ്. ഒന്നാമത്തേത് അൽ ജമാഅ. ദീനിൻ്റെ അഥവാ വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ ഏതൊരു പണ്ഡിത നേതൃത്വത്തെയാണോ പിൻപറ്റുന്നത് അതാണ് അൽ ജമാഅ. സൂഫി തരീക്കത്ത് മുതൽ ബറേൽവി, ദെയ്ബന്തി, ബോറ അടക്കം കേരളത്തിലെ സുന്നി, മുജാഹിദ് ജമാഅത്ത് മുതലായവയൊക്കെ അൽ ജമാഅത്തിൽ പെടുന്നതാണ്. സ്വന്തം വിശ്വാസത്തെ ദൃഢീകരിക്കുവാനും പരലോകമോക്ഷം സാധ്യമാക്കാനും അനുയോജ്യമായ ഒരു പാന്താവിൽ ഒരു വ്യക്തി ഉൾപ്പെടുന്നു.
ആ ധാരയെയാണ് അൽ ജമാ എന്ന് വിളിക്കുന്നത് ചുരുക്കത്തിൽ. ഒരു രാജ്യത്ത് ഒരു മുസ്ലിം സമൂഹത്തിൽ ഒന്നിലധികം അൽ ജമാഅകൾ ഉണ്ടാകാം. ഒരാൾക്ക് ആ ബഹുത്വത്തിൽ ഏതെങ്കിലും ഒന്നിനെ പിൻപറ്റുകയും ചെയ്യാം. അത് പ്രചരിപ്പിക്കുകയും ആകാം. ഓപ്ഷനാണ്. എന്നാൽ എല്ലാവരും മുസ്ലിങ്ങളും തന്നെയാണ്. ഒരു പ്രവാചക വചനമുണ്ടല്ലോ, എൻ്റെ ഉമ്മത്ത് 73 ആദർശ സംഘമാകും എന്ന്. അതുതന്നെയാണ് അൽ ജമാ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ അനവധി എന്ന സൂചകമാകാം 73 എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. കൃത്യമായ ഒരു സംഖ്യയെ കുറിക്കാൻ ആവണമെന്നില്ല. ജമാഅത്തുൽ മുസ്ലിമൂൻ ആണ് രണ്ടാമത്തെ സ്തംഭം. ഒരുപാട് ആദർശ സംഘങ്ങളും അവയിലൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസികളും ഒറ്റ സമുദായമായി, ഉമ്മത്തായി പൊതുമണ്ഡലത്തിൽ പ്രതിബിംബിക്കുന്ന അവസ്ഥയാണിത്. പൊതുനേതൃത്വം എന്നാണ് ഇതിനർത്ഥം. അതുതന്നെയാണ് അമാറത്ത്. എത്ര പൊതുനേതൃത്വം ആകാമെന്ന ചോദ്യം അപ്രസക്തമാണ്. കാരണം ഒരു സമുദായത്തിനുള്ളിൽ ഇസ്ലാം ഒരൊറ്റ പൊതു നേതൃത്വത്തെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ആ നേതൃത്വത്തെ വിശ്വാസപരമല്ലാത്ത എല്ലാ വിഷയങ്ങളിലും അനുസരിക്കൽ ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. മുസ്ലിങ്ങൾ മാത്രമുള്ളതോ മുസ്ലിങ്ങൾക്ക് ഭരണമുള്ളതോ ആയ രാജ്യത്ത് 2 ജമാഅത്തുകളുടെയും നേതൃത്വം ഒന്നാവാറുണ്ട്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുലഫാഉർ റാഷിദുകളുടെയും കാലഘട്ടം അതിനുദാഹരണമാണ്. കാരണം അവിടെ മതനേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഒന്ന് തന്നെയായിരുന്നു. ഇപ്പോഴത്തെ സൗദി ഭരണകൂടവും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. അവിടെ ഇന്ത്യയിലുള്ളതുപോലെ ഒരുപാട് മുസ്ലിം മതസംഘടനകൾ ഇല്ല. വിഷയം സങ്കീർണമാക്കുകയല്ല. ഈ 2 ജമാഅത്തുകളെയും ജമാഅത്തുൽ ഇൽമിയ, ജമാഅത്തുൽ ബദനിയ എന്നീ മറ്റു 2 പേരുകളിൽ കൂടിയും അറിയപ്പെടാറുണ്ട്. ഇൽമിയ അറിവിനും അതുവഴി വിശ്വാസ ദൃഢതയ്ക്കും പ്രാമുഖ്യം കൊടുക്കുന്നതാണ്. വ്യക്തിയുടെ ആരാധന, സൂക്ഷ്മത, സൃഷ്ടാവുമായുള്ള ബന്ധം എന്നിവയൊക്കെയാണ് ഇൽമിയയുടെ ഉദ്ദേശം. അറിവ് എന്നാണ് അതിനർത്ഥം. ബദനിയയുടെ ഊന്നൽ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളാണ്. പൊതുമണ്ഡലത്തിൽ അവരുടെ സവിശേഷമായ അസ്തിത്വവുമായി ബന്ധപ്പെട്ടതാണത്. വിശ്വാസവുമായി ജീവിക്കാൻ സ്വത്വം നിലനിന്നേ പറ്റൂ. സ്വത്വമാണ് ബദനിയ. ഒരു വലിയിൽ അമ്ര ഇല്ലെങ്കിലും ആ രാജ്യത്ത് മുസ്ലിങ്ങൾ ഉണ്ടാവാം, എന്നാൽ ഇസ്ലാം ഉണ്ടാകില്ല. അഥവാ ഇസ്ലാമിൻ്റെ അന്തസ്സ് ചോർന്ന് കേൾവിയും കേൾപ്പോരുമില്ലാത്തൊരു സമൂഹമായി അരികുവൽക്കരിക്കപ്പെടും. ഇക്കാര്യം മനസ്സിലാക്കാതെ പോയതിൻ്റെ തിക്തഫലമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ 3/4 നൂറ്റാണ്ടിലധികമായി അനുഭവിക്കുന്നത്. അവരുടെ ദുസ്ഥിതിയാവട്ടെ നാൾക്കുനാൾ ഘനീഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു ഉദാഹരണം പറയാം. യു പിയിൽ 4 കോടിയിൽ പരം മുസ്ലിങ്ങളുണ്ട്. ബംഗാളിൽ 3 കോടിയോളം, ബീഹാറിൽ 2 കോടിയോളം, മഹാരാഷ്ട്രയിൽ 2 കോടിയോളം, ആസാമിൽ അവിടുത്തെ 40% ഒരു 1.25 കോടിയോളം. രാജ്യത്തെ പകുതി മുസ്ലിങ്ങൾ ഈ 5 സംസ്ഥാനങ്ങളിൽ വസിക്കുന്നു. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര മുസ്ലിങ്ങളുണ്ട് ഉത്തരേന്ത്യയിൽ. എന്നാൽ ദളിതരിലും മ്ലേച്ഛമാണ് അവരുടെ ജീവിത സാഹചര്യം. പണ്ഡിതരില്ലാഞ്ഞിട്ടല്ല, പണം ഇല്ലാഞ്ഞിട്ടല്ല, പൊതു നേതൃത്വം ഇല്ലാഞ്ഞിട്ടാണ്. അമാറത്തിൻ്റെ അഭാവമാണ് ഈ ദൈന്യതയുടെ മൂലകാരണം. ഒരു വലിയനെ കണ്ടെത്താൻ സംഘടനാ പക്ഷപാതിത്വവും താൻ പോരിമയും ജാതീയതയും അവരനുവദിക്കുന്നില്ല. ഇസ്ലാമിൽ ജാതിയില്ല. എന്നാൽ ഉത്തരേന്ത്യൻ യാഥാർത്ഥ്യം മറിച്ചാണ്. 25 കോടി മുസൽമാൻ്റെയും ദൈവം ഒന്നാണ്, നബി ഒന്നാണ്, ഗ്രന്ഥം ഒന്നാണ്, ഖിബിലയൊന്നാണ്. എന്നിട്ടും പൊതുകാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ അവർക്കാവുന്നില്ല. അതുതന്നെയാണ് പ്രശ്നം. മദ്രസയുടെ എണ്ണം കൂട്ടിയത് കൊണ്ട് ആയില്ല. അതുപോലെ തന്നെ മത്സരിച്ച് അന്തർദേശീയ സിലബസ് നടപ്പിലാക്കിയത് കൊണ്ടും പ്രയോജനമില്ല. പൊതുകാര്യങ്ങളിൽ ഒരു അമാറത്തിന് കീഴിൽ അണിനിരക്കാൻ സാധിക്കണം. നമ്മുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ട്. ഇന്ത്യ പോലെ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ മുസ്ലിമിനും 3 ബാധ്യതകളുണ്ട്. ഈ ബാധ്യതകൾ പൂർത്തീകരിക്കപ്പെടാതെ ഐശ്വര്യപൂർണമായ ജീവിതം സാധ്യമേ അല്ല. ഒന്നാമത്തെ ബാധ്യത അവൻ്റെ മതപരമായ വിശ്വാസം തന്നെയാണ്, അഥവാ ഈമാൻ തന്നെയാണ്. അത് ശരിയാക്കണം. അതിന് അൽ ജമായിൽ ചേരണം. രണ്ടാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നേതൃത്വത്തെ അഥവാ വലിയനെ അനുസരിക്കലാണ്. അതിനൊരു അമാറത്ത് ഉണ്ടാവണം. അത് ഒരു സമൂഹത്തിൽ 1 മാത്രമേ പാടുള്ളൂ. മൂന്നാമത്തെ ഒരു മുസ്ലിമിൻ്റെ ബാധ്യത രാജ്യസ്നേഹമാണ്, ഹുബ്ബുൽ വത്തൻ. സ്വന്തം രാജ്യത്തെയും അതിൻ്റെ ഭരണഘടനയെയും സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളണം. സഹജീവികളെയും ഇതര വിശ്വാസാചാരങ്ങൾ വെച്ച് പുലർത്തുന്നവരെയും സ്വസഹോദരങ്ങളായി പരിഗണിക്കാൻ കഴിയണം. ഈ 3 ബാധ്യതകളും പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ എന്നത് അതാത് മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതരും ചിന്തകരും പഠിക്കേണ്ടതും ഇല്ലെങ്കിൽ അവ എങ്ങനെ നടപ്പിലാക്കണമെന്ന് ആലോചിക്കേണ്ടതുമാണ്. നാം ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണല്ലോ. ബഹുസ്വര സമൂഹത്തിൽ ബഹുവിധ പ്രശ്നങ്ങൾ ഉടലെടുക്കും.
ജനാധിപത്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാവുക എന്നത് തികച്ചും സ്വാഭാവികമാണ്. അപ്പോഴൊക്കെയും പൗരസമൂഹം കൂടെ നിൽക്കണമെങ്കിൽ മുസ്ലിങ്ങൾ ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ ഒന്നിച്ചു നിൽക്കണം. അങ്ങനെ നയിക്കുകയും നയിക്കപ്പെടുകയും ചെയ്യുന്ന സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണവും ഉണ്ടാകും. ഈ 3 ബാധ്യതകളിൽ ഒന്ന് മാത്രമോ രണ്ടെണ്ണത്തിന് മാത്രമോ പ്രാധാന്യം കൊടുത്തതുകൊണ്ട് ആയില്ല. 3ഉം പരസ്പര പൂരകങ്ങളായ ഉത്തരവാദിത്തങ്ങളാണ്. അത് 3ഉം പൂർത്തീകരിക്കുവാൻ സമൂഹത്തിലെ ഓരോ അംഗങ്ങൾക്കും ബാധ്യതയുണ്ട്. അമാറത്തിൻ്റെ അഭാവം സമുദായത്തിൻ്റെ നാശമാണ്. അഭാവം മാത്രമല്ല, ഉള്ളതിനെ നശിപ്പിക്കലും സമുദായത്തിൻ്റെ നാശത്തിന് ഹേതുവാണ്. കേരളത്തിൽ അമാറത്തുണ്ട് എന്നതാണ് ഇവിടുത്തെ സമാധാനത്തിന് ഏറ്റവും പ്രധാന ഘടകമാവുന്നത്. 1960കൾ മുതൽ മുസ്ലിം ഉന്മൂലനമെന്ന അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉത്തരേന്ത്യയിൽ. 10,000-ത്തിലധികം കലാപങ്ങൾ ഇതിനോടകം നടന്നു. ദേശീയ തലത്തിൽ മുസ്ലിം വിഷയങ്ങളിൽ ഇടപെടുവാൻ 2 സംവിധാനങ്ങൾ അഥവാ മജ്ലിസെ മുഷാവറയും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും ഉണ്ടായി. എങ്കിലും സംസ്ഥാനങ്ങളിൽ പ്രാദേശിക തലങ്ങളിൽ അമാറത്തില്ല എന്നുള്ള പ്രശ്നം ഉത്തരേന്ത്യ അഭിമുഖീകരിക്കുന്നുണ്ട്. ബറേൽവിയും ദിയൂബന്തും അഹ്ലെ ഹദീസും ബോറയും മറ്റുമായി അവർ വിഭജിച്ചു പോയി. കൂടാതെ അഷ്റഫ്, അജ്ലഫ്, അർസൽ, ഷക്ര, ഷെയ്ഖ് എന്നിങ്ങനെ ജാതി സംവിധാനങ്ങൾ അവരെ വീണ്ടും വിഭജിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു പൊതു കാര്യങ്ങളിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കാൻ സന്നദ്ധമല്ല. ഒരു നേതാവില്ല അവരെ ഒന്നിപ്പിച്ചിരുത്താൻ. ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും പരസ്പരം സംസാരിക്കില്ല, വിവാഹം കഴിക്കില്ല, സഹായിക്കില്ല. ഒരു നേതാവ് മറ്റൊരു നേതാവിനെ അംഗീകരിക്കാനും പോകുന്നില്ല. എന്നാൽ കേരളത്തിൽ ഇതല്ല അവസ്ഥ. ബ്രിട്ടീഷുകാരോട് പോരടിച്ച് നശിച്ച് നാറാണക്കല്ലെടുത്ത സന്ദിഗ്ധ സാഹചര്യത്തിൽ നിന്ന് 1930കളോടെ ബാഫക്കിത്തങ്ങൾ എന്നൊരു ഖുറൈശി സയ്യിദിൻ്റെ നേതൃത്വത്തിൽ പൊതു ഐക്യമുണ്ടായി. അദ്ദേഹത്തെ മറ്റുള്ളവർ കണ്ടെത്തുകയായിരുന്നു അമാറത്തുണ്ടാക്കാൻ. വിശ്വാസപരമായി വ്യത്യസ്ത അൽജമാഅകളിൽ ഉള്ളവരെ ഇടവും വലവും ഇരുത്തിക്കൊണ്ട് തന്നെ ബൗദ്ധിക നന്മയ്ക്ക് വേണ്ടി കേരളം വിശിഷ്യ മലബാർ ഐക്യപ്പെട്ടു. അതിൻ്റെ ഗുണഫലം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അരാജകത്വത്തെ ഇസ്ലാം ശക്തമായി നിരാകരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ സമാധാനപരമായ ജീവിതം ഉറപ്പുവരുത്താൻ ഭരണ രാഷ്ട്രീയ സംവിധാനം നിലനിൽക്കേണ്ടത് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി ഇസ്ലാം വിലയിരുത്തുകയും ചെയ്യുന്നു. നേതൃത്വത്തിൻ്റെ ചെയ്തികളോട് നമുക്ക് വിയോജിപ്പുണ്ടാവാം. അത്തരം വിയോജിപ്പുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല നിർദ്ദേശങ്ങളും അവരുടെ മുമ്പിൽ നമുക്ക് വെക്കേണ്ടതുണ്ടെങ്കിൽ അത് പരസ്യമായിട്ടല്ല, മറിച്ച് നേതൃത്വത്തോട് നേരിട്ടാണ് സംവദിക്കേണ്ടത്. വിമർശനാത്മകമായ വിഷയങ്ങൾ നേതാവ് മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുകയും ഉചിതമായ നടപടികൾ കൈക്കൊള്ളുകയുമാണ് കീഴ്വഴക്കം. ആധുനിക കേരളത്തിൽ ഉമ്മത്ത് സൃഷ്ടിച്ച വലി അല്ലെങ്കിൽ നേതാവ് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. 1973 ബാഫക്കി തങ്ങളുടെ മരണശേഷം കേരള മുസ്ലിങ്ങളുടെ അമാറത്ത് ഭരമേൽപ്പിക്കപ്പെട്ടത് പാണക്കാട് കുടുംബത്തിലാണ്. അതൊരു മടങ്ങിവരവായിരുന്നു. 1852 മമ്പുറം ഫസൽ പൂക്കോയ തങ്ങളെയും കുടുംബത്തെയും ബ്രിട്ടീഷുകാർ നാടുകടത്തിയപ്പോൾ അമാറത്തിൻ്റെ ചെങ്കോൽ കൊടപ്പനക്കലേക്കാണ് വന്നു ചേർന്നത്. 19ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ആ അമാറത്തിൻ്റെ ധാരയാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഭാഗതയെ നിർണയിച്ചതിൽ ഏറ്റവും പ്രധാനം. മുസ്ലിങ്ങൾ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം അവരാദരിക്കുന്നുണ്ട്. അമാറത്തിന് പാണ്ഡിത്യമല്ല പ്രധാനം, എന്നാൽ അവർക്കും പണ്ഡിതന്മാർക്കും ഇടയിൽ ഒരു പാലമുണ്ട്. അത് ദുർബലമാവാനും പാടില്ല. രാഷ്ട്രീയവും വിശ്വാസവും ഒന്നായ സമൂഹത്തിൽ വലിയുൽ അംർ പണ്ഡിതനായിരിക്കണം. എന്നാൽ ഇന്ത്യയിൽ ആ നിബന്ധന ബാധകമല്ല. ബാഫക്കിത്തങ്ങളോ പൂക്കോയത്തങ്ങളോ ആ അർത്ഥത്തിൽ പണ്ഡിതന്മാരും ആയിരുന്നില്ല. അവരെല്ലാം സാദാത്യങ്ങളായിരുന്നു. ആ സാദാത്യങ്ങളിലാണ് ഉമ്മത്തിൻ്റെയും നാടിൻ്റെയും പ്രതീക്ഷയത്രയും. ഈ മാതൃക ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾക്ക് അനുധാവനം ചെയ്യാവുന്ന, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാവുന്ന അമൂല്യനിധിയുമാണ്. മദീനയിൽ 1400 വർഷം മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഉത്തമ സമുദായത്തിൻ്റെ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഒരു ക്ലാസിക്കൽ മാതൃകയാണ് കേരളത്തിലുള്ളത്. അത് സയ്യിദ് സാദിഖ് അലി തങ്ങളിലൂടെ തുടരുക തന്നെ വേണം ഇൻഷാ അല്ലാഹ്.